സൗദിയിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇന്ന് അവസാനിക്കും. രാത്രിയോടെ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ആഴക്കടലിലേക്ക് തിരിക്കും. നാളെ മുതൽ മത്സ്യവിപണിയിൽ ചെമ്മീൻ ചാകരയ്ക്ക് തുടക്കമാകും. ഏറെ നാളത്തെ വിശ്രമത്തിനൊടുവിൽ സൗദി കിഴക്കൻ പ്രവിശ്യയിൽ നിന്നുൾപ്പെടെയുള്ള മത്സ്യബന്ധന ബോട്ടുകൾ ഇന്ന് ആഴക്കടലിലേക്ക് തിരിക്കും. സൗദിയിലെ മത്സ്യബന്ധനത്തിന്റെ മുഖ്യ കേന്ദ്രങ്ങളായ ജുബൈൽ, ദമാമിലെ ഖതീഫ് ഭാഗങ്ങളിൽ നിന്നാണ് ബോട്ടുകൾ പുറപ്പെടുക. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. ഏറെ പ്രതീക്ഷയുമായാണ് തൊഴിലാളികൾ കടലിലേക്ക് തിരിക്കുന്നത്. ഇന്ത്യക്കാരായ 2000-ലധികം പേരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്ന് ഉള്ളവരാണ്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ചെമ്മീൻ ചാകര തേടിയാണ് ആദ്യ യാത്ര. 5 മുതൽ 7 ദിവസം വരെ കടലിൽ തങ്ങിയാണ് തിരിച്ചുവരവ് ഉണ്ടാകുക. ഇത്തവണയും കഠിനമായ ചൂടാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത്. ആഴക്കടലിൽ ചൂട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെമ്മീൻ ചാകരയിലും വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി തീരത്ത് നിന്നും 40 നോട്ടിക്കൽ മൈൽ ദൂരം വരെയാണ് മത്സ്യബന്ധനത്തിന് ഇവർക്ക് അനുമതിയുള്ളത്. ചെമ്മീൻ ചാകരയെ വരവേൽക്കാൻ വിപണികളും സജീവമായിട്ടുണ്ട്. നൌഷാദ്, മീഡിയ 1, ദമാം.